അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായി അണയുന്നു. അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായി അണയുന്നു. ഓരോ ബലിയിലും പകരുന്നു നീ അളവില്ലാ സ്നേഹമാ. ഓരോ ബലിയിലും പകരുന്നു നീ അളവില്ലാ സ്നേഹമാ. അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായി അണയുന്നു. അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായി അണയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ആഗമനകാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആഗമനകാലത്തിലെ രണ്ടാം ഭാഗമാണ് നാം ഇന്ന് പ്രത്യേകമായിട്ട് തിരുസഭ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ആദ്യ ഭാഗം കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുവെങ്കിൽ രണ്ടാം ഭാഗം നാം കർത്താവിൻ്റെ ചരിത്രപരമായ മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ചാണ് ധ്യാനിക്കുക. ഇന്നത്തെ സുവിശേഷം നാം കാണുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഗബ്രിയേൽ ദൂതൻ ഔസേപ്പിതാവിന് പ്രത്യക്ഷപ്പെടുകയും നിൻ്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാനായിട്ട് നീ ശങ്കിക്കേണ്ട, ഭയപ്പെടേണ്ട, ധൈര്യമായി നീ അവളെ ഭാര്യയായി സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ ആ സ്വപ്നം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഔസേപ്പിതാവ് പരിശുദ്ധ മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അങ്ങനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്ന ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഈശോയ്ക്ക് വളർത്തുപിതാവാകുവാനായിട്ട് ഔസേപ്പിതാവ് സ്വയം കർത്താവിന് വിട്ടുകൊടുക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. ഇന്ന് ഈ ബലി നാം അർപ്പിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം. കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും അത് മനസ്സിലാക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഈ ബലിയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പാപത്തിൻ്റെ നുകത്താലുള്ള പഴയ അടിമത്തത്തിൻ്റെ ഭാരത്താൽ ഉഴലുന്ന ഞങ്ങളെ അങ്ങ് ഏകജാതൻ്റെ കാത്തിരുന്ന പുതുപ്പിറവി വഴി സ്വതന്ത്രരാക്കുവാൻ കനിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ജെറേമ്യസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു ശിഖരത്തെ ഉൽപ്പാദിപ്പിക്കുന്ന കാലം വരുന്നു. അയാൾ വാഴുകയും ജ്ഞാനത്തോടെ ഭരിക്കുകയും ഭൂമിയിൽ നീതിയും ന്യായവും പാലിക്കുകയും ചെയ്യും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അയാളുടെ കാലത്ത് യൂദയ രക്ഷ പ്രാപിക്കും, ഇസ്രയേൽ ഭയരഹിതയായി വസിക്കുകയും ചെയ്യും. നമ്മുടെ നീതിമാനായ കർത്താവ് എന്നായിരിക്കും അയാളുടെ പേര്. ആകയാൽ ഇസ്രയേല്യരെ ഈജിപ്തിൽ നിന്നും സമാനയിച്ച കർത്താവാണ് എന്ന് പറയാതെ ഇസ്രയേൽ കുടുംബത്തിലെ സന്തതിയെ ഉത്തരദേശത്തു നിന്നും അവരെ നാടുകടത്തിയ സകല ദേശങ്ങളിൽ നിന്നും തിരികെ കൊണ്ടുവന്ന കർത്താവാണ് എന്ന് പറയുന്ന കാലം വരും. അവർ സ്വദേശത്ത് വസിക്കുകയും ചെയ്യും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളിൽ നീതി പൂവണിയട്ടെ, ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം സമൃദ്ധമാകട്ടെ. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളിൽ നീതി പൂവണിയട്ടെ, നീതി പൂവണിയട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം സമൃദ്ധമാകട്ടെ, സമാധാനം സമൃദ്ധമാകട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ ന്യായബോധവും രാജകുമാരന് അങ്ങയുടെ നീതിബോധവും നൽകണമേ. അദ്ദേഹം അങ്ങയുടെ ജനത്തെ നീതിയോടെ പാലിക്കും, അങ്ങയുടെ എളിയ ജനത്തെ നീതിപൂർവം സംരക്ഷിക്കും. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളിൽ നീതി പൂവണിയട്ടെ, ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം സമൃദ്ധമാകട്ടെ. അദ്ദേഹം നിലവിളിക്കുന്ന ദരിദ്രനെയും നിസ്സഹായനായ സാധുവിനെയും സ്വതന്ത്രനാക്കും. അവശൻ്റെയും ദരിദ്രൻ്റെയും മേൽ അദ്ദേഹത്തിന് കൃപയുണ്ടാകും. ദരിദ്രരുടെ പ്രാണൻ അദ്ദേഹം സംരക്ഷിക്കും. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളിൽ നീതി പൂവണിയട്ടെ, ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം സമൃദ്ധമാകട്ടെ. ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് മാത്രം അത്ഭുതങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തെ, അവിടുത്തെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ. അവിടുത്തെ മഹത്വം കൊണ്ട് ഭൂമി നിബിഡമാകട്ടെ. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളിൽ നീതി പൂവണിയട്ടെ, ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം സമൃദ്ധമാകട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മോസസിന് സീനായിൽ വെച്ച് പ്രമാണം നൽകിയ ഇസ്രയേലിൻ്റെ നിയന്താവേ, ഞങ്ങളെ രക്ഷിക്കുവാൻ കൈ ഉയർത്തി വരിക. ഹല്ലേലൂയാ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഈശോ മിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവിടുത്തെ മാതാവായ മറിയം യൗസേപ്പിന് വിവാഹസമ്മതം നൽകിയിരുന്നു. എന്നാൽ അവർ ഒരുമിച്ചിട്ടില്ലാതിരിക്കെ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവ് യൗസേപ്പ് നീതിമാനായിരുന്നതിനാൽ അവളെ അപമാന വിധേയയാക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. തന്നിമിത്തം രഹസ്യമായി അവളെ പരിത്യജിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. യൗസേപ്പ് ഇതേപ്പറ്റി തീരുമാനമെടുത്തു കഴിഞ്ഞ ശേഷം ഒരു ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യൗസേപ്പേ, നിന്റെ ഭാര്യ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. എന്തെന്നാൽ അവൾ ഈ ശിശുവിനെ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലത്രേ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. ആ ശിശുവിന് ഈശോ എന്ന് പേരിടണം. അവിടുന്ന് തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഇതാ, ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ ശിശു ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തിരുന്നത് നിറവേറാനാണ് ഇവയെല്ലാം സംഭവിച്ചത്. യൗസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന ശേഷം ദൈവദൂതൻ ആജ്ഞാപിച്ചിരുന്നത് പോലെ പ്രവർത്തിച്ചു. തൻ്റെ ഭാര്യയെ അദ്ദേഹം സ്വീകരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്കായി അർപ്പിക്കപ്പെടേണ്ട ഈ ബലി ഞങ്ങളെ അങ്ങേ നാമത്തിന് സ്വീകാര്യരാക്കട്ടെ. തൻ്റെ മരണത്താൽ ഞങ്ങളുടെ നശ്വരത നിവാരണം ചെയ്ത ക്രിസ്തു അവിടുത്തെ അനശ്വരതയിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെയും യോഗ്യരാക്കുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ആലയത്തിൽ ഞങ്ങൾക്ക് അങ്ങേ കരുണ ലഭിക്കുവാനും ഞങ്ങളുടെ രക്ഷയുടെ ആഗതമാകുന്ന മഹോത്സവം ഉചിതമായ ആദരത്തോടെ വരവേൽക്കുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ, ഈ കൈക്കൊമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ബലിയിൽ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ. ദൈവമേ, നിൻ തൃക്കൈകളിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നിതാ. ആബാ ആബാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവം. പ്രിയ സഹോദരി സഹോദരന്മാർ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ദിവ്യരഹസ്യത്താൽ സ്ഥാപിതമായവ പൂർത്തിയാക്കപ്പെടുന്നതിനും
ഞങ്ങളിൽ അങ്ങേ രക്ഷ പ്രബലമാം വിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളുടെ ഈ ആരാധനാബലി നിർവിഘ്നം അങ്ങേക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചുവല്ലോ. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോ സകല മക്കൾക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്തുവല്ലോ. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണുവാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവം ഒരുങ്ങുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് സ്തുതി കീർത്തനങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളായി നിറഞ്ഞു മഹിയും നിന്ദലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുമോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിതൻ ഉറവിടമാ
സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങിനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ തിരുപതധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടുമൊത്ത് തിരുസഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച മരണമടഞ്ഞ എല്ലാവരെയും
ഓർക്കണമേ. അവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഞങ്ങളിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട ഔസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നു ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാണേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കി
ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളായവ അനുഗ്രഹീത. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി.